Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ മഴ സമയത്ത് ഈ സമയങ്ങളിൽ നമ്മളെ നഴ്സറിയിൽ പൂത്തു നിൽക്കുന്ന കുറച്ച് ചെടികൾ, കുറച്ച് പൂക്കൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്യമം. അതിനായി നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന പ്ലാന്റ് റോസിഡ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. റോസിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പൂവാണ്, കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന പൂവാണ്. പൂത്ത് കഴിഞ്ഞാൽ ചെറുതേനീച്ചകൾക്ക് ഏറ്റവും കൗതുകവും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നല്ല തേനുള്ള ഒരു വെറൈറ്റിയാണ് ഇത് എന്ന്. ചെറുതേനീച്ചകൾ കൂടുതലും ചെറുതേനാണ് കഴിക്കുന്നത്, ചെറിയ പൂക്കളിൽ നിന്നാണ് തേൻ എടുക്കുന്നത്. ആ ചെറുതേനീച്ചകൾ ഇതിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ചെറുതേൻ ഇതിനകത്ത് സുലഭമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുള്ള സാരം. റോസിഡ എന്നാണ് അതിനറിയപ്പെടുന്നത്. അതേപോലെ ലെൻഡാന, ഇതും ഇതേപോലെ തന്നെ ചെറുതേനീച്ചകൾ ഒരുപാട് വന്ന് തേൻ കുടിക്കുന്ന വെറൈറ്റി പ്ലാന്റ് ആണ്. കാണാൻ നല്ല രസമാണ്. ലെൻഡാന പ്ലാന്റിനകത്ത് തന്നെ കുറേ ഭേദമുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഓറഞ്ച് റെഡ് കളറാണ് ഈ ഇരിക്കുന്നത്. ഒരു മിക്സഡ് വെറൈറ്റിയാണ്. കാര്യം ഇത് തമ്മിൽ തന്നെ പോളിനേഷൻ നടന്ന് പല കളറുകളും ഉണ്ടാവുന്നു എന്നുള്ളതൊരു പ്രത്യേകത കൂടി അതിനുണ്ട്. അതിൻ്റെ മഞ്ഞയാണ്. ചിലപ്പം രണ്ടും കൂടെ ഇൻസെക്റ്റ് വഴിയൊക്കെ പോളിനേഷൻ നടന്നിട്ട് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് ലെൻഡാന. കട്ടിങ്സിലൂടെ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കുന്നതും ഒക്കെയാണ്. വലിയ കെയറുമില്ല, അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നിറച്ച് പൂത്ത് കിടക്കും, ഒരു കെയറുമില്ല. നമ്മൾ PVC പൈപ്പിനകത്തൊക്കെ വെച്ച് ഇതേപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. താഴോട്ട് ഞാൻ നല്ലപോലെ ഹാങ്ങിങ് നടക്കും. ഹാങ്ങിങ് ബോട്ടിലിടാൻ പറ്റുന്ന വെറൈറ്റികളുണ്ട്. അതേപോലെ തന്നെ വള്ളിയായിട്ട് തന്നെ നിറച്ച് പൂത്ത് കിടക്കുന്ന വലിയ ഏരിയയിലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറൈറ്റികളൊക്കെ ഉണ്ട്. അടുത്തുള്ള നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന, സുലഭമായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിന് നല്ല ഡിമാൻഡുള്ളതായിട്ട് കാണുന്നു. കാര്യം എനിക്ക് എപ്പോഴും പൂവാണ്. ഇപ്പം മഴയായിട്ട് പോലും നിറച്ച് പൂ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എടുത്തു പറയേണ്ട ഒന്ന്. അതേപോലെ തന്നെ ഇത് വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ കോംബോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്ലാന്റ് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 200 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക്. അത് നവംബർ 14 വരെ ഉണ്ട്. അതിനാവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും അവർ. അത് എൻ്റെ ഡീലല്ല, അത് നഴ്സറിയിൽ അതിന് പ്രത്യേകം സ്റ്റാഫുണ്ട്, അവർ പാക്ക് ചെയ്ത് അയച്ചു തരും. അത് കാണുന്നതനുസരിച്ച്, കാണുന്ന മുറയ്ക്ക്. അതേപോലെ തന്നെ പിച്ചകത്തിൻ്റെ പ്ലാന്റ്, എന്താ പറയുക, അമ്പലത്തിൽ പൂജാ ദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പിച്ചകം. പാട്ടിനകത്തൊക്കെ ഉണ്ടല്ലേ, മന്ദാരം, തുളസി, പിച്ചകം, ഇതൊക്കെ മാല കെട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്ലാന്റ് പൂക്കളാണ്. ഇതേപോലെ തന്നെ നിറച്ച് പൂക്കുന്നു. മഴയായിട്ട് പോലും ഇപ്പം നിറച്ച് പൂവുണ്ട്. വെയിൽ കിട്ടണം, അത്രയേ ഉള്ളൂ. സർവ്വസാധാരണമായിട്ട് കാണുന്ന പ്ലാന്റുകളൊക്കെ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇപ്പം നമ്മളെ നാട്ടിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലെയർ ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ്. നിറച്ച് പൂത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മഴയായിട്ട് പോലും ഇത് വെക്കാൻ പറ്റുന്ന, മഴ സമയങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ കുടത്തെറ്റി, വലിയ കുടത്തെറ്റി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. രൂപദ്രകാളി തെറ്റി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതും നല്ല മഴയുണ്ടെങ്കിൽ പോലും, കാലാവസ്ഥ നല്ല മഴക്കാറുള്ള സമയത്തും വെയിൽ കുറവാണെങ്കിൽ പോലും അത്യാവശ്യം പൂത്ത് കിട്ടുന്നു. പിന്നെ വെയിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ല ഇൻറ്റൻസിറ്റി ഉള്ള കളറാണ്. അതേപോലെ തന്നെ നല്ല ഡാർക്ക് റെഡ് കളർ, അതാണ് ഇട്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈകൾ ഇപ്പം നഴ്സറിയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും ചേട്ടന്മാർ. ചെടികൾക്ക് നമുക്ക് മാക്സിമം വളർച്ചയ്ക്കായിട്ട് എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എന്നിവ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത് കൊടുത്ത് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫാക്ടംബോസ് ലൈറ്റായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ NPK മിക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കുക. ഒരു 10-12 തരി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരുപാട് പേര് ചോദിച്ചു, ശ്രീലങ്ക മുല്ലയാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് ശ്രീലങ്ക മുല്ല. ശ്രീലങ്ക മുല്ലയിൽ ഒരുപാട് പൂക്കൾ പിടിക്കുന്ന ഒന്നാണ്. മഴയായിട്ട് പോലും, ഇത് ഇപ്പം മഴ സമയത്ത് തന്നെ എടുത്ത വീഡിയോ ആണ്, ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണ്. അതിനകത്ത് പോലും എത്രത്തോളം പൂക്കളുണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ മൊട്ടിൽ തന്നെ ഒരു ബഞ്ചായിട്ട് തന്നെയാണ് മൊട്ട് പിടിക്കുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടി അതിനുണ്ട്. നല്ല രസമാണ് പ്ലാന്റ് ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്, ഭയങ്കര ഭംഗിയാണ്. അതേപോലെ കോംപ്രീറ്റം പ്ലാന്റ്, നമ്മളിതിനെ പറ്റിയൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പം മഴയായിട്ട് പോലും നിറച്ച് പൂത്ത് നിൽക്കുന്ന, ഇന്ന് കണ്ട പൂക്കളാണ് ഈ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, നേരത്തെ എടുത്ത് വെക്കുന്ന അല്ല. ഇന്ന് ലാറ്റ് പ്രസൻറ്റ് എന്ത് ഫ്ലവർ ഉണ്ടോ അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അന്നേരം ഇതും നല്ല വെക്കാൻ പറ്റുന്ന, മഴ സമയത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് പൂച്ചെടികൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.